ലാസ്റ്റ് വന്ന ഫോട്ടോ എടുത്തില്ല, ഫോട്ടോ എടുക്കാനാണോ? എല്ലാവർക്കും ഒരുമിച്ച് ഫോട്ടോ എടുക്കും. ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു, കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ. അപ്പൊ ഞാൻ കണ്ടിട്ട് വരാം. ഫോണിന് ഒരു ബോഡി എടുക്കും പോകുന്നത് എന്താണ്? ലാസ്റ്റ് വന്ന ഫോട്ടോ എടുത്തില്ല, ഫോട്ടോ എടുക്കാനാണോ? യെസ്, ക്രോക്സ്. അത് റെഡി. അതിപ്പോ ആ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുക. എല്ലാവർക്കും ഒരുമിച്ച് ഫോട്ടോ എടുക്കും. നീ കഴിഞ്ഞ പ്രാവശ്യം നീ വീഡിയോ വരത്തില്ലല്ലോ പറഞ്ഞ. സ്മൈൽ ചെയ്തോ? ഈ എന്റെ സിസ്റ്റം കാണണം, സിസ്റ്റം കാണാം, സിസ്റ്റം കാണിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഞാൻ ഇപ്പൊ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുക. ആനിമേ ഫാൻ. ആനിമേ കാണാറുണ്ടോ? എന്തൊക്കെ കണ്ട്? ഒരിടക്ക് പിന്നെ കണ്ടു തീർത്തിയ. എന്തോ കണ്ടത്? ഓ മറ്റേ മെർച്ചൻഡൈസ് ഒക്കെ. അല്ല ഒന്നും കണ്ടിട്ടില്ല. കണ്ടു നോക്കണ്ടേ? കണ്ടാ നല്ലതാ. രാവിലെ 10 മണിയോട് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയതാ. 2 വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി വ്ളോഗ് 2 കൂടി എഡിറ്റ് ചെയ്യാനുണ്ട്. ഇന്നലത്തെ മറ്റേ 5000 മീറ്റിംഗ് കോമ്പറ്റീഷൻ ഒക്കെ എല്ലാം കൂടി 6 വീഡിയോ ഉണ്ട്. 4 ഞാൻ ഇപ്പം 4 ആയിട്ടില്ല, 2 ആയിട്ട്. ഇനി 2 വ്ളോഗിന് അപ്ലോഡ് ചെയ്താലേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. കൊള്ളാം. ആ പുതിയ ആളുണ്ടെന്ന് തോന്നുന്നല്ലോ. ജെഎംബിക്ക് എന്താ അത്? സർപ്രൈസ്. അത് മിഠായാണല്ലേ. 9 മണിക്കൂറായിട്ട് ഞാൻ രാവിലെ 10 മണിക്ക് ഇരുന്ന ഇപ്പോൾ ഒരു 7 മണിയായി കാണും. 9 മണിക്കൂറായിട്ട് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുക. എഡിറ്റ് ചെയ്യുന്ന പണിയൊക്കെ വേറെ ആർക്കെങ്കിലും കൊടുക്കണം. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്താ വെച്ചാൽ ഇത്ര സമയം വെറുതെ പോകും. ആ സമയത്ത് ഞാൻ വല്ല അടുത്ത വീഡിയോ ഉണ്ടാക്കാൻ ഞാൻ ഫോക്കസ് ചെയ്യേണ്ട. അല്ല എഡിറ്റ് ചെയ്തോണ്ടിരിക്കാൻ മാറ്റേണ്ടി വരെ ആർക്കെങ്കിലും കൊടുക്കണം. ഇപ്പൊ വേറെ കൊടുക്കാൻ പൈസ ഇല്ല, എന്നാലും ഇപ്പൊ ഞാൻ മാനേജ് ചെയ്യാം. എന്ത് ചെയ്യാനാ, ഒറ്റയ്ക്ക് ഇതൊക്കെ ഡീൽ ചെയ്യുവാണ് ഞാൻ. അടുത്ത കേസ് ഞാൻ എൻ്റെ ടാക്സ് അടയ്ക്കാനുള്ള ഇൻകം ടാക്സും അതും ഞാൻ അടച്ചു തീർത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിനുള്ള ഫയലൊക്കെ ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ടല്ല, വേറെ ആളൊക്കെ ഉണ്ട്. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ എനിക്ക് സമയമില്ല. പൈസ വലുതായിട്ട് ടാക്സ് അതില്ലായിരുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് വലിയ സാലറി ഇല്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് ടാക്സ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ കണ്ടില്ലല്ലേ ഇന്ന് അവിടെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടാ കണ്ടാ ഞാൻ 9 മണിക്കൂറായിട്ട് ചെയർ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ജിമ്മിൽ പോകാൻ വലിയ താല്പര്യം ഇല്ല. കുറച്ചു നേരം വെറുതെ ഇരിക്കാനോ അല്ലെ കിടക്കാനോ ഉള്ള താല്പര്യമാണ്. അല്ലെ വല്ല ഗെയിം കളിക്കാനും ഉണ്ട്. പക്ഷെ ഗെയിം കളിക്കാനൊന്നും പറ്റുന്നില്ല. എനിക്ക് സമയം തീരുന്നത് എൻ്റെ രാത്രി കുറച്ച് സമയം കിട്ടും. സ്ട്രീമും ചെയ്തിട്ടില്ല ഞാൻ. ഹായ്, 6 സബ്സ്ക്രൈബറാണെന്നോ. ഇന്ന് ലെഗിൻ്റെ എക്സസൈസ് ആണ്. എനിക്ക് ലെഗ് എക്സസൈസ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ കുറച്ച് മെനക്കേടാ ചെയ്യുന്നത്. വേദന എടുക്കുക. അതാ അനദർ ഗ്രേറ്റ് ഡേ ഓഫ് എക്സസൈസ് ബോയ്സ്. എല്ലാം ചെയ്ത് കഴിഞ്ഞ് എനിക്ക് കുറേ സമയം ഉണ്ടെന്നാണ് ഞാൻ അവിടെ നിന്ന് ചിറ്റ് ചാറ്റ് ചെയ്യുമായിരുന്നു. ഇനി എന്തായാലും കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാം. ഞാൻ വീട്ടിൽ നിന്ന് പുതിയ കണക്ക് അവിടെ ഇരിക്കുന്നത് എന്തൊരു തുക്കത്തിലാണോ? ഹൈ 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 ഹൈ. നമുക്ക് കുറച്ച് മുട്ട മേടിച്ചുകൊണ്ട് വരാം. വീട്ടിൽ ആഹാരം ഒന്നും വല്ലാതെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അച്ഛൻ ഉച്ചയ്ക്ക് ഉള്ളിവിടെ മേടിച്ചു. അച്ഛന് ആവശ്യമുള്ള സാധനം മേടിച്ചുകൊണ്ട് വരുന്നത് എൻ്റെ ടേബിളിൽ കൊണ്ടുവന്ന് വെക്കും. ഞാൻ രാവിലെ തൊട്ട് ഒന്നും കഴിക്കാതെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പം അറിയാം ഞാൻ അത് കഴിക്കും. അച്ഛനാണ് ഡയറ്റും ഒന്നെങ്കിൽ പട്ടിണി കിടക്കുക, അല്ലെങ്കിൽ അതിനിടയ്ക്ക് ഡയറ്റ് മോശമാക്കും. അച്ഛൻ ഈ ആവശ്യമുള്ള സാധനം പിന്നെ ടേബിളിൽ കൊണ്ട് നോക്കും. പിന്നെ അത് കഴിച്ച് കഴിഞ്ഞാൽ റിഗ്രറ്റ് ചെയ്യും. ഇന്ന് കുറച്ച് വെറൈറ്റിക്ക് വേണ്ടി താറാവിൻ്റെ മുട്ടയും പിന്നെ കോഴിമുട്ട കൊണ്ട് വേണം. അപ്പോൾ മുട്ട കിട്ടി. ആരാ കൊണ്ടുവന്നു കേട്ടോ. താറാമുട്ട മിക്സ് ചെയ്തിട്ടുണ്ടോന്ന് അറിയത്തില്ല, മിക്സ് ചെയ്ത് കാണത്തില്ല. എന്തായാലും മുട്ടയും പുട്ടും കൂടി ഒരു പ്രയോഗമാണെന്ന് തോന്നുന്നു. നോക്കി, മുട്ടയും പുട്ടും പ്രയോഗം. ഓ വായിന്ന് വെള്ളം വരുന്നു. എനിക്ക് വയ്യ. ഒന്നും കഴിച്ചിട്ടില്ലേ? എന്ത് ചെയ്യാനാണ്? ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് വയ്യ. അല്ലടാ, ഇത് വെറും മുട്ട മാത്രമാണ്. ഞാൻ എവിടുന്ന പുട്ട് കണ്ടെന്ന് അറിയത്തില്ല. അമ്മ പുട്ട് കുഴക്കുന്നുണ്ടായിരുന്നു, നാളത്തേക്ക് വേണ്ടിയായിരുന്നു. ഇന്ന് ഞാൻ ജിമ്മിൽ പോയപ്പോൾ ഇല്ലേ, ഒരുത്തനുണ്ട് വൈകുന്നേരം എപ്പോഴും വരുന്ന. അവൻ എനിക്ക് കുറച്ച് നാളായിട്ട് പരിചയമാണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് അവൻ്റെ 1 മാസത്തെ ജിം റിക്വയർമെന്റ് എന്ന് വെച്ചാൽ പ്രോട്ടീൻ, ആഹാരം, ചിക്കൻ, അതൊക്കെ ഞാൻ സ്പോൺസർ ചെയ്യാമെന്ന്. അപ്പോൾ അവൻ 1 മാസത്തിൽ എത്ര വലുതാകുമോ കട്ട് ചെയ്യുമോ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ബോഡിയിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ അത് ഞാൻ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നല്ല വീഡിയോ ആണെന്ന് തോന്നുന്നത് കേട്ടോ. എനിക്ക് ഉദ്ദേശിച്ചിട്ട് കൊള്ളാം. അപ്പോൾ അത് കിടുമായിരിക്കും. പക്ഷേ അവൻ പൈസ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ വർക്കൗട്ട് ചെയ്യുമോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് വരുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു അവൻ വർക്കൗട്ട് ചെയ്യും. വെച്ചാൽ ഞാൻ മിക്കപ്പോഴും വൈകുന്നേരം കാണുന്നതാണ്. ചെയ്തില്ലെങ്കിൽ ഞാൻ നോക്കി ചെയ്തോളാം. ഏതൊക്കെ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ സെറ്റ് ആക്കുക. ഓനെ അത് കിടുമായിരിക്കും. അവൻ്റെ ബോഡിയും ആകും, എനിക്കൊരു വീഡിയോ ആകും, പിന്നെ അവൻ്റെ ഹെൽപ്പും ആകും. എങ്ങനെയുണ്ട്? എന്തായാലും കമൻസ് പറയാം നിങ്ങൾക്ക് വേണമെന്ന്. എന്തായാലും ഇപ്പോൾ 12 മണി രാത്രിയായി. അമ്മയെ കിടക്കാൻ പോകാം. ഓൾറെഡി അമ്മ എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കിയല്ലോ, ലേറ്റ് ആയത്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചേരം ഗെയിം കളിച്ചേക്കാം. എൻ്റെ കൂട്ടുകാരൻ ഉണ്ടാകുമല്ലോ അറിയത്തില്ല, നോക്കട്ടെ, വിളിച്ച് നോക്കാം. അപ്പോൾ ഗെയിം എന്തായാലും കളിക്കാൻ പറ്റിയില്ല. അവനിപ്പോൾ എന്തോ മാച്ച് കാണുകയാണ് ഫുട്ബോളിൻ്റെ.
അപ്പം പിന്നെ ഓൾമോസ്റ്റ് രാത്രിയായി. ഇനി എന്തായാലും ഞാൻ കിടക്കാം. നാളെ രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് പണിയുണ്ട്. ഇന്ന് ഫുൾ ദിവസം ഫുള്ള് എഡിറ്റ് ചെയ്താണ്. 9 മണിക്കൂർ എഡിറ്റ് ചെയ്ത് ദിവസം തന്നെ അങ്ങനെ പോയി. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, പീസ്. ഞാനൊരു കാര്യം വിട്ടുപോയി. ഇന്ന് ശനിയാഴ്ചയല്ലേ, അപ്പോൾ കൈജു നമ്പർ 8 ആനിമ ഉണ്ട്. കുറേ ആനിമ ഞാൻ കാണുന്നതാണ്, പക്ഷേ ഇത് ഈ വർഷത്തെ ആനിമയ്ക്കകത്ത് ഇത് നല്ല കൊള്ളാം, കാണാൻ രസമുണ്ട്. അപ്പോൾ അന്നേരം കണ്ടിട്ട് കിടക്കാം.